തോമസ് ചാഴിക്കാടൻ രാജ്യത്തിന്റെ അഭിമാനമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ലോക്സഭയിൽ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ മുഴങ്ങിക്കേട്ട ശബ്ദമാണ് ചാഴിക്കാടന്റേത്. നിലപാടുകളിൽ തെളിമയും ആശയ വ്യക്തതയുമുള്ള വ്യക്തിയാണ് തോമസ് ചാഴിക്കാടൻ. തോമസ് ചാഴിക്കാടനെ പോലെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയായിരിക്കണം നമ്മുടെ പ്രതിനിധിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശ്രീ തോമസ് ചാഴിക്കാടൻ എല്ലാവരുടെയും പ്രിയങ്കരനും അഭിമാനഭാജനവുമാണ്. കാരണം ഒരു തരത്തിലുള്ള കളങ്കവും അദ്ദേഹത്തെ യേശിക്കുന്നു. ആശയങ്ങളിൽ തികഞ്ഞ വ്യക്തതയില്ല, നിലപാടുകളിൽ നല്ല തെളിമയുണ്ട്. ഒന്നിനും മറ്റു രീതിയിൽ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. നിലപാടുകൾ നിന്നുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകും. ഇതാണ് നമുക്ക് ആവശ്യം. ഇത്തരത്തിലുള്ള പ്രതിനിധികളാണ് നമുക്ക് ആവശ്യം. കർഷക വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന BJPയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായി കോൺഗ്രസും UDFും മാറിയിരിക്കുന്നു. കോൺഗ്രസിനും UDFിനും BJPയിലെ പോലെ സംസ്ഥാന വിരുദ്ധ നിലപാടുകളാണ് ഉള്ളത്. ഫെഡറൽ തത്വത്തിന് എതിരായ നിലപാടാണ് കേന്ദ്രം സംസ്ഥാനത്തോട് പുലർത്തുന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നാടിന്റെ ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഭാഗമായി നിൽക്കാൻ ഇവിടുത്തെ കോൺഗ്രസിനും ഇവിടുത്തെ UDFിനും കഴിയുന്നില്ല. പലപ്പോഴും അവര് BJPയുടെ മനസാക്ഷി സൂക്ഷിക്കുവാനായി മാറും. BJPയുടെ ന്യായങ്ങൾ അത് അവതരിപ്പിക്കുന്നതിനായി കോൺഗ്രസ് നേതാക്കൾ മാറുകയാണ്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലാലിച്ചൻ ജോർജ് അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി MP, NCP സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ, വൈസ് പ്രസിഡന്റ് ലതിക സുഭാഷ്, CPM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് K അനിൽകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ലോപ്പസ് മാത്യു, നഗരസഭാധ്യക്ഷൻ ഷാജു തുരുത്തൻ, ബാബു K ജോർജ്, ടോബിൻ J അലക്സ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ.